യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 2ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. 2ാമത്തെ വാക്യത്തിലേക്കും വരിക. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കി തെറ്റാതിരുന്നാൽ തൻ്റെ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തിയുള്ള സൽഗുണപൂർത്തിയുള്ള പുരുഷൻ ആകുന്നു. വാക്കിൽ തെറ്റാതിരുന്നാൽ ശ്രദ്ധിക്കണേ, വാക്കിൽ തെറ്റിപ്പോകരുത്. ഞാനും നിങ്ങളും തെറ്റിപ്പോകുന്നവർ. അതുകൊണ്ട് തന്നെ ഈ പറയുന്നേ, ഞാനും നിങ്ങളും വാക്കിൽ തെറ്റിപ്പോകുന്നവരാ. പലപ്പോഴും അറിയാതെ അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറയും. വാക്കിൽ തെറ്റ് വരാൻ പാടില്ല. നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഓരോരുത്തരും എങ്ങനെ ഉത്തരം പറയേണ്ടതെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വാക്കിനെ കുറിച്ച് പറയുന്ന ഒരു പദമുണ്ടല്ലോ, അതൊന്ന് വായിക്കാം. എഫേസ്യർ 5. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വ്യർത്ഥവാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവിളമയിൽ വരുന്നു. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന്, എഫേസ്യർ 4:29, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. നാം പലരും പലതിലും തെറ്റിപ്പോകുന്നു. നാം വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരം മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. എന്നിട്ടാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു കുതിരയോടുത്ത് ഉപമിച്ച് പറഞ്ഞിരിക്കുക. കുതിരയെ കടിഞ്ഞാണിട്ട് നടത്തുന്നത് പോലെ നമ്മുടെ നാവിനെ നമ്മൾ കടിഞ്ഞാണിടണം. കള്ളം പറയരുത്, വ്യർത്ഥവാക്കുകൾ പറയരുത്, പാഴ്വാക്കുകൾ പറയരുത്, പോഷ്ക് പറയരുത്. എഫേസ്യ ലേഖനത്തിൽ വിലക്കിയിരിക്കുന്ന വിലക്ക് നിങ്ങൾ കേട്ടോ നിങ്ങൾ? എഫേസ്യർ 5:3 മുതൽ ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ പേർപിറക പോലും അരുത്. അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ഇന്ന് നമ്മുടെ ഇടയിൽ അർബുദ വ്യാധി പോലെ പിടിച്ചു കിടക്കുന്ന ഒരു മാരക രോഗമാണ് നമ്മുടെ വാക്കുകൾ. പാസ്റ്റർമാർ പറയുന്ന വാക്കുകൾ, വിശ്വാസികൾ പറയുന്ന വാക്കുകൾ, അതിൽ സത്യമുണ്ടായിരിക്കണം. സത്യമില്ലെങ്കിൽ നമ്മൾ ദുർബലനായൊരു മനുഷ്യനായി പോവും. അതവിടെ യാക്കോബ് പഠിപ്പിക്കുന്നത്. വാക്കിൽ തെറ്റാതിരുന്നാൽ ഇത് പഠിക്കണേ, ഇത് വിഷയം. അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. സൽഗുണപൂർത്തിയുള്ള പുരുഷനെ നമുക്കിവിടെ കാണാൻ പറ്റും. പറഞ്ഞേ, മത്തായിയുടെ സുവിശേഷത്തിലെ കർത്താവ് പറയുന്നുണ്ട് സൽഗുണപൂർത്തിയുള്ള പുരുഷൻ. എടുക്കാതെ ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട ഭാഗങ്ങളാണ് സഹോദരങ്ങളെ. ഞാനതങ്ങ് വായിക്കാം. മത്തായി 5:43 വാക്യങ്ങൾ. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും വല്ലിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? സൗരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം? ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ആകയാൽ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. എങ്ങനെ സൽഗുണരാകാൻ പറ്റും? കൂട്ടുകാരനെ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, നമ്മളെ പകയ്ക്കുന്നവരെ നമ്മൾ സ്നേഹിക്കണം. നമ്മളെ പകയ്ക്കുന്നവരെ നമ്മൾ റിമാൻഡ് ചെയ്ത് കോടതിയിലേക്ക് ജയിലിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെ സ്നേഹിക്കണത്? ശത്രുവിനെ സ്നേഹിക്കാൻ പ്രമാണം ലഭിച്ച പെന്തക്കോ സമൂഹം ഈ വടക്കേ ഇന്ത്യയിലൊക്കെ അവർ ഈ BJP-ക്കാരും RS-കാരും
ബജറംഗ് ദളുകാർ വന്ന് ഹോളുകളൊക്കെ തല്ലിപ്പൊളിക്കുക, ആൾക്കാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ വിശ്വാസികൾ ഏകകണ്ഠേനെ ഇറക്കുന്ന ഒരു പ്രസ്താവന ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. ഇവരുടെ മേൽ നിയമ നടപടി എടുക്കണം. ഗുണം പിടിക്കാത്ത വിശ്വാസികളെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിനക്കൊക്കെ? അപ്പോസ്തലന്മാർ അങ്ങനെയാണോ ചെയ്തത്? പറ. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വത്രം എടുക്കാം, പ്രവൃത്തി പുസ്തകം എടുക്കാം. എല്ലാത്തിലും വചനവും വ്യവസ്ഥയും ഉണ്ടെന്നേ. ചുമ്മാ ഈ ചക്കും ചുക്കും അറിഞ്ഞൂടാതെ കിടന്ന് ചെയ്യുകയല്ലേ. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എടുത്താട്ടെ. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം. പ്രതികൂലം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതിന് 23 മുതൽ വായിച്ചാട്ട് പാസ്റ്റർമ്മ. 23 മുതൽ. അല്ലെങ്കിൽ ഞാനങ്ങോട്ട് വായിക്കാൻ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ഇത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു. പറഞ്ഞത് പ്രതികൂലമുണ്ടായപ്പോൾ, പ്രശ്നമുണ്ടായപ്പോൾ. ഹല്ലേലൂയ. പ്രവൃത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ രോഗി സൗഖ്യമായ വിഷയം കേട്ട് അതിനോടനുബന്ധിച്ച് ഊരിത്തിരിഞ്ഞു വന്ന പ്രശ്നങ്ങളുടെ നടുവിൽ അവരെ ഉപദ്രവിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഒന്നും സംസാരിക്കരുതെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും വരുതെന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. പത്രോസിനെയൊക്കെ ഉപദ്രവിച്ചു, തർജ്ജനം ചെയ്ത് വിട്ടയച്ചു. ഇനി മേലിലൂടെ സംസാരിച്ചു പോരെന്ന് പറഞ്ഞു. അവർ വക്കീലിനെയായിട്ട് കോടതി പോകല്ലേ ചെയ്തത്. അവരെന്ത് ചെയ്തു? അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യക്തമായി നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായി അതിൻ്റെ അഭിഷേകത്തിന് വിരോധമായി ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്നതിൻ്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻകൂട്ടി നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴേ കർത്താവെ അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടി പ്രസ്താവിപ്പാൻ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം അതിധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകകൃതവും ഏക മനസ്സുമുള്ളവരായിരുന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവനാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു. ഈ വടക്കേ ഇന്ത്യയിലേക്ക് ഇവർ ഉപദ്രവിക്കുമ്പോൾ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്, പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളെ ഉപദ്രവിച്ചവരെ ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അവരെ ശൗലിനെ പോലെ മാനസാന്തരം കൊടുത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ അടികൊള്ളുന്നവരും ഹോള് തല്ലി പൊളിച്ചു കളഞ്ഞ് വേദന അനുഭവിക്കുന്ന വിശ്വാസികൾ, നിങ്ങൾ ഹൃദയമൊരുകി പ്രാർത്ഥിക്ക്, മനമൊരുകി പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് നമുക്കറിയാം. അതാ ഞാൻ പറഞ്ഞ ബുക്ക് ഓഫ് ആക്ട്സ് 1000 പ്രാവശ്യം വായിച്ച് പഠിക്ക്, പാസ്റ്റർമാരും വിശ്വാസികളും. പുതിയ നിയമസഭയുടെ ചരിത്ര പുസ്തകം. സഭ സ്ഥാപിക്കപ്പെടുന്ന സമയത്തുണ്ടായ ദുരന്തങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ വളരെ വലുതായിരുന്നു. പിന്നോട്ടുള്ള കാലഘട്ടങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ പുതിയ നിയമസഭ വലിയ പീഡയിലൂടെ കടന്നുപോയി. ശുശ്രൂഷകന്മാരെ കൊന്നൊടുക്കി, വിശ്വാസികളെ കൊന്നൊടുക്കി, കോടിക്കണക്കിന് ജനം രക്തസാക്ഷികളായ ചരിത്ര പുസ്തകങ്ങൾ ജോസീഫസൊക്കെ തരുന്നുണ്ട്. നമുക്കിവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നാ പറയണേ. 2 മരങ്ങളുടെ അടുത്തടുത്ത് നിൽക്കുന്ന 2 മരങ്ങളുടെ വൃക്ഷച്ചില്ലകളിൽ ഒരു കാല് കെട്ടി മറ്റൊരു കാല് മറ്റു വൃക്ഷച്ചില്ലയിൽ പിടിച്ചു വെച്ച് കെട്ടി വിടുമ്പോൾ മനുഷ്യൻ 2ആയി കീറി വീണ് മരിക്കുകയാണ്. വിശന്ന് കിടക്കുന്ന മൃഗങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു? വിശ്വാസികളെ എറിഞ്ഞു കൊടുക്കുകയാണ്, ജീവനോട് കുഴിച്ചു മൂടുകയാണ്. ഉമിക്കരി കൂട്ടി മനുഷ്യനെ തീ കൊണ്ട് ഒരു തൂണ് നാട്ടിയിട്ട് അതിൽ വിശ്വാസിയെ അല്ലെങ്കിൽ പാസ്റ്ററിനെ തുണി കൊണ്ട് ചുറ്റി തലയ്ക്ക് മുകളിൽ എണ്ണ ഒഴിക്കുന്നു. ആ തുണി ഇങ്ങനെ കത്തി 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 മനുഷ്യൻ ഇഞ്ചിഞ്ചായി മരിച്ചു തീരുന്നു. ഒരു മനുഷ്യനെ, വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ഭക്തനെ നിലത്ത് നിർത്തിയിട്ട് ഒരു തൂണിൽ ചേർത്ത് കെട്ടിയിട്ട് ഉമിക്കരി ഇടുന്നു. എന്നിട്ട് ആ ഉമിക്കരി എന്ന് പറഞ്ഞാൽ ഈ നെല്ല് കുത്തിയുള്ള അതിൻ്റെ ഇതിനായി പറയുന്നത്. അതിട്ടിട്ട് എന്ത് ചെയ്യും? കരിക്കുന്നതിന് മുമ്പുള്ളതിനെ ഇട്ടിട്ട് അതിന് തീ കൊടുക്കും. തീ കൊടുക്കുമ്പോൾ വെന്ത് വെണ്ണീറായി കുറേശ്ശെ നിന്ന് ചാകയാണ്.
മൃഗങ്ങളുടെ മുൻപിൽ എറിഞ്ഞു കൊള്ളുന്നു, ഈർച്ചവളാൽ അറുക്കപ്പെട്ടു. ഏതൊക്കെ നിലയിൽ ദൈവമക്കൾ 1-ാം നൂറ്റാണ്ടിൽ പുതിയ നിയമസഭയിലെ വിശ്വാസികൾ, കോടിക്കണക്കിന് വിശ്വാസികളും ശുശ്രൂഷകന്മാരും രക്തസാക്ഷികളായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനത്തെ മാർഗമാണിത്. പക്ഷെ അവർ രക്തസാക്ഷികളായി തീർന്നുകൊണ്ട് പുതിയ നിയമസഭയിലെ എന്ത് പറ്റി? ലക്ഷോപലക്ഷം കോടാനുകോടി വിശ്വാസികൾ കർത്താവിനെ സ്വീകരിച്ചിറങ്ങിത്തിരിക്കുവാൻ ദൈവം വഴിയൊരുക്കി. അങ്ങനെ വഴിയൊരുക്കിയവരൊക്കെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥപ്രകാരമാണോ ജീവിക്കുന്നതെന്നൊരു പുനഃപരിശോധന നടത്തണം ഞാൻ ഈ പറയുമ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് എതിരാളികൾ ഉണ്ടാകുമ്പോൾ കേസിന് പോകുന്ന ദുഷിച്ച പ്രവണത വന്നുകൊണ്ട് നമുക്കെതിരെ ഒരു കേസ് ആരെങ്കിലും കൊടുത്താൽ നമ്മൾ വക്കീലിനെ വെച്ച് വാദിക്കേണ്ട അവസ്ഥ, ഗതികെട്ട അവസ്ഥ നമുക്ക് വരും. ഇല്ലെന്നില്ല, നമ്മളായിട്ട് കേസ് കൊടുക്കരുത്. നമുക്ക് വഴക്കില്ല, വക്കാണമില്ല. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. പോലീസ് സ്റ്റേഷന് മുമ്പിൽ പോയിരുന്ന് ആരാധന നടത്തുന്ന രംഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. നല്ല കാര്യങ്ങളാണ് അതൊക്കെ. കുത്തിയിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഒരു മണിച്ച് മണ്ണായിപ്പോ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെയും നിങ്ങളെ തകർക്കുകയും നിങ്ങളുടെ സഭാഹോളൊക്കെ കത്തിക്കുകയും ചെയ്യുന്നവരെ ശത്രു മനോഭാവത്തോടെ കാണാതെ അവരെ മിത്രങ്ങളായി കണ്ടുകൊണ്ട് അവരും എൻ്റെ സഹോദരന്മാരാണ്, പിശാച് അവരിലൂടെ ഈ പ്രവൃത്തികൾ ചെയ്യുകയാണെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ദൈവത്തിൽ ഇടിവിൽ നിന്ന് കരയ്, പ്രാർത്ഥിക്ക്. ഇവാൻ റോബർട്ട്സിനെ പോലെ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി കരയുന്ന ദൈവമക്കളായി നമുക്ക് തീരാം. ദൈവം പ്രവർത്തിക്കില്ലെന്നറിയാം. ഹല്ലേലൂയ. എത്രയോ സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത്ഭുതകരമായി ദൈവജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട ചരിത്രങ്ങൾ. ഇന്നെന്താ അത് നടക്കാത്ത? പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, ഞങ്ങളുടെ ഹോള് മാറ്റി, ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു, ഞങ്ങൾക്ക് ഹോള് പണിത് തരണം. പോലീസുകാരും മറ്റുള്ള എല്ലാവരും കൂടി പിരിവിട്ട് ഹോള് പണിത് കൊടുക്കുകയും എല്ലാവരും എന്ത് ചെയ്യുക? അല്ലല്ലേ. അപ്പം നമ്മൾ റൂട്ട് മാറിപ്പോയി. സ്തോത്രം. യാക്കോബ് പറഞ്ഞ വ്യവസ്ഥ നമ്മൾ മാറ്റിക്കളഞ്ഞു. എന്ത് ചെയ്തു? ഹല്ലേലൂയ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒത്തൻ ബാക്കി തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുന്ന, ഹല്ലേലൂയ, നടത്തുവാൻ ശക്തനായ സർവ്വഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുന്നവൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവല്ലോ. കപ്പൽ എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് എനിക്ക് ബോധിച്ച ദിക്കിലേക്ക് അതിനെ തിരിക്കും. അപ്പം നമുക്ക് മുൻപിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുടെയും നടുവിൽ നമ്മൾ എന്ത് ചെയ്യാം? ആത്മസംയമനത്തോടെ, നമ്മളിൽ തെറ്റുണ്ടോ, നമ്മുടെ വാക്കിൽ തെറ്റുണ്ടോ, നമ്മുടെ പ്രവൃത്തിയിൽ തെറ്റുണ്ടോ? പണ്ട് കാനവച്ചൻ പറഞ്ഞ പോലെ സ്വർഗീയ വിരുന്നിൻ്റെ പ്രാർത്ഥന ഹാളിലേക്ക് കല്ലെറിഞ്ഞു ഒരു കൂട്ടര്. കല്ലെറിഞ്ഞപ്പോൾ കാനവച്ചൻ പറയാ, സ്വർഗീയ വിരുന്നിൻ്റെ ഉള്ളിലേക്ക് കല്ലെറിഞ്ഞു, എന്നാൽ സ്വർഗീയ വിരുന്നിൻ്റെ ഉള്ളിൽ നിന്ന് കല്ല് എറിഞ്ഞവർക്ക് നേരെ തിരിച്ചെറിഞ്ഞു. ആ കല്ല് എവിടെ നിന്ന് വന്നു? അച്ഛൻ ചോദിക്കുക. നമ്മുടെ കൂട്ടങ്ങൾക്കെതിരെ കല്ലെറിയും, നമ്മൾ തിരിച്ച് കല്ലെറിഞ്ഞാൽ പിന്നെ നമ്മൾ ആരായി? അപ്പം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം വായിച്ച പാസ്റ്റർമാരും ശുശ്രൂഷൻ വിശ്വാസികളാണോ ഇന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കുന്നേ? ഇവിടെ നമ്മൾ മരിക്കാൻ തയ്യാറാകണം. എന്നെ ദൈവജനം പഠിപ്പിച്ച വയോവൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത്, സഹോദര മരിക്കാൻ തയ്യാറായിക്കോ, ഈ ഉപദേശം പറഞ്ഞ് മരിക്കാൻ തയ്യാറായിക്കോ. അതെൻ്റെ ചെവി കർണപുടങ്ങളിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുക. അതെ, മരിക്കാൻ തയ്യാറാ. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, കർത്താവിന് വേണ്ടി മരിക്കട്ടെ, വചനത്തിന് വേണ്ടി മരിക്കട്ടെ. അവിവേകം പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് യാക്കോബ് പറയുന്ന പോലെ അരുതാത്തത് പറഞ്ഞ് നാവ് തീയായി, നാവ് പോയിസണായി തീരാതെ നാവ് കൊണ്ട് അവരെ അനുഗ്രഹിക്കുന്നവരായി തീരുക. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായം എടുത്താട്ടെ. റോമാലേഖനം 12-ാം അധ്യായം അവിടെ എന്താ പറയുന്നത്? റോമാലേഖനം 12-ാം അധ്യായത്തിലെ വാക്കുകൾ നിങ്ങൾ വായിച്ചു പഠിക്കുക സഹോദരങ്ങളെ. എത്ര കട്ടിയായ വിഷയങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ, ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ,
പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. അതോ സഭാഹോള് പൊളിച്ചു കളയുമ്പോൾ, വിശ്വാസികളെ ഓടിച്ചിട്ട് തല്ലുമ്പോൾ എല്ലാവരും കൂടി മുട്ടുകുത്തിയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്ക്, എന്നിട്ട് അവരെ അങ്ങ് അനുഗ്രഹിക്ക്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവിൻ. തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ സകല മനുഷ്യരുടെ മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സമാധാനമായിരിപ്പീൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നുവല്ലോ. എന്നാൽ നിന്റെ ശത്രു വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മുടെ നാവ് അവരന് ദോഷമായി തീരരുത്. നമ്മളെ ഉപദ്രവിക്കുമ്പോൾ, നമ്മുടെ ഹോള് പൊളിച്ചു കഴിയുമ്പോൾ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കുറെ പാട്ടുപാടി ബഹളം വെച്ചുകൊണ്ടൊന്നും ഒരു കഥയുമില്ല. നമ്മുടെ ജീവിതം അവർ കാണണം. നമ്മൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരാണെന്ന് കാണണം. നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുന്നവരാണെന്ന് അവർ കാണണം. അല്ലാതെ എല്ലാവരും കൂടി ചേർന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കണം, ഞങ്ങളുടെ ഹോളുകൾ തുറന്നു തരണം, ഒക്കെ നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ദൈവപ്രവൃത്തിക്ക് ഇവിടെ അവസരം. ബുക്ക് ഓഫ് ആക്ട്സിൽ കാണുന്ന അപ്പോസ്തലന്മാരുടെ മാതൃക ഇവിടെ പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രമാണം എന്താണെന്ന് നാം നന്നായി അറിഞ്ഞിരിക്കണം. നമ്മുടെ നാവുകളെ നിയന്ത്രിക്കണം. നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതിയുടെ രോഗമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീപിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. ഇതൊരു തീയാണ്, ഇതൊരു വിഷക്കുപ്പിയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പ്രസംഗിച്ച വിഷയത്തെക്കുറിച്ച് ദയവായി നിങ്ങൾ ഒന്നുകൂടി കേൾക്കുക വിഷയങ്ങൾ. നമ്മുടെ നാവൊരു തീയാണ്. സുവിശേഷ വിരോധികൾ ഇവിടെ പ്രസംഗിക്കേണ്ടെന്ന് പറയുമ്പോൾ പൊടിയും തട്ടിക്കളഞ്ഞ് പോയേക്കുക. അല്ലാതെ അവരോട് എതിർക്കുക, അവരെ തല്ലാൻ പോവുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിയമം അനുസരിച്ച് മതസ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മതം പ്രചരിപ്പിക്കാൻ ഞങ്ങൾ പോവുകയാണ്, നിങ്ങൾ തല്ലുന്നെങ്കിൽ തല്ലെന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. അതല്ല വേണ്ടത്. അപ്പോസ്തലന്മാർ ചെയ്തത് എന്താ? ഇവിടെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അവർ പൊടിയും തട്ടിക്കളഞ്ഞ് അടുത്ത ദേശത്തേക്ക് പോയി. അവർ തല്ലിയപ്പോൾ അവരോടിപ്പോയി, തിരിച്ചു തല്ലാൻ നിന്നില്ല. ഇപ്പം നമ്മൾ തിരിച്ചു തല്ലുക. എൻ്റെ അർത്ഥം വക്കീലിനെ വെച്ച് അവനെ അകത്താക്കുക, അതാ തിരിച്ചു തല്ലേ. അവർക്കെതിരെ നടപടിയെടുക്കുക, അവരെ അകത്താക്കുക. ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവസരം കൊടുക്കുന്നില്ല. ഞാൻ ഓർക്കുന്ന ഒരു മരുഭൂമിയിൽ വെച്ച് വടക്കേന്ത്യയിൽ നടന്നൊരു സംഭവം എൻ്റെ ഹൃദയത്തെ പിടിച്ചൊലച്ചൊരു സംഭവമാണ്. 3-4 ഹൈന്ദവ സ്വാമിമാർ ഒരു സ്ത്രീയിൽ കയറിയ ഭൂതത്തെ വടികൊണ്ടരച്ച് പുറത്തിറക്കുന്നു. പോപ്പിശാചെ അടിച്ചുകൊണ്ടിരിക്കുക, പെണ്ണുകിട നിലവിളിച്ചുകൊണ്ടിരിക്കുക. ഒരു കർത്താവിൻ്റെ ഒരു എളിയ ദാസൻ ആ വഴി വന്നപ്പോൾ കാണുന്നത് ഒരു സഹോദരി, ഒരു 10-18 വയസ്സുള്ള ഒരു പെണ്ണിനെ 4-5 പേര് നിന്ന് അടിക്കുക, അതിൻ്റെ ഭൂതം ഇറക്കാൻ വേണ്ടി അടിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ മനസ്സിലായത്. അദ്ദേഹം അവരോട് പറഞ്ഞു, ഞാൻ ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അവർക്ക് സമ്മതത്തോടെ അല്ലാതെയും അവർ പറഞ്ഞു, എന്നാൽ ഒന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ആ കൊച്ചിയിലുള്ള ദുരാത്മാവിനെ ശാസിച്ചു. ആ കുഞ്ഞ് അനുസരണമുള്ളൊരു കുഞ്ഞായി തീർന്നു, സുബോധമുള്ളവളായി തീർന്നു. ഈ സ്വാമിമാർ അതിശയിച്ചു പോയി. ഇദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തു. യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുത്തു. അവളുടെ ഭൂതാത്മാവ് വിട്ടുപോയി. ഉപദേശി അവിടെ നിന്ന് പെട്ടെന്ന് സ്ഥലം വിട്ടു. പിറ്റേ ദിവസം ആ ഉപദേശിയുടെ വീട് 3-4 കിലോമീറ്റർ ദൂരെ ആണ് അദ്ദേഹം താമസിച്ചിരുന്നത്. പിറ്റേ ദിവസം സന്ധ്യ ആയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ തീപ്പന്തങ്ങളുമായിട്ട് ഈ ഉപദേശിയുടെ വീട്ടിലേക്ക് വരികയാണ്. അയൽവാസിയോട് ചോദിക്കൂ, യേശു എവിടെയാണ് താമസിക്കുന്നത്? യേശു, ഉപദേശിയുടെ പേര് യേശുവായിരുന്നു. അവരൊക്കെ മനസ്സിലായി. അവരന്വേഷിച്ച് വരിക, യേശു എവിടെ താമസിക്കുന്നു? യേശു, അങ്ങനെ ഒരാളില്ലല്ലോ.
ഈ സുവിശേഷമൊക്കെ പറയുന്ന ഒരാളുണ്ട്. അത് തന്നെ ഇവിടെ ഇല്ല. എന്താ ജീവിതത്തിൽ അവരവിടെ ഉപ്പ് പോലെ രുചിച്ചു, വെളിച്ചം പോലെ പ്രകാശിച്ചു. കർത്താവിൻ്റെ കരം ആ ദാസനിലൂടെ വെളിപ്പെട്ടു. ആ ശാമിമാരെല്ലാം രക്ഷിക്കപ്പെട്ടു. അവർ ക്രിസ്തുമതത്തിലേക്ക് വന്നു. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രസംഗം മാത്രം പോലെ പ്രവൃത്തിയും വേണം. നമ്മളിലൂടെ രോഗികൾ സൗഖ്യമാകണം, ഭൂതങ്ങൾ വിട്ടുപോകണം, അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കണം. ദൈവസഭയെ ഉറപ്പിക്കുവാൻ ദൈവം അത് അടയാളങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൽ. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ആക്ട്സ് നമ്മൾ വായിച്ചു പഠിച്ചു നോക്കിക്കോ. മർക്കോസിന്റെ സുവിശേഷത്തിൽ അവർ പറഞ്ഞ വചനത്തെ ഉറപ്പിക്കുവാൻ കർത്താവ് എന്ത് ചെയ്തു? സൈൻ, അടയാളങ്ങൾ, അത്ഭുതങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. ആ അവസ്ഥയിലേക്ക് സഭകൾ മടങ്ങി വരിക, ശുശ്രൂഷകന്മാർ മടങ്ങി വരിക. നമ്മുടെ നാവ് പലപ്പോഴും തീയായിട്ടും പിന്നെ പോയിസനായിട്ടും തീരുകയാ. ക്യാപ്റ്റൻ ഷമോലിനെ അടിച്ച RSS സഹോദരന്മാരെ അവർ കൊണ്ടുപോയി കേസ് കൊടുത്തു. അതുകൊണ്ട് ഈ പുള്ളി കേസ് കൊണ്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. വടക്കേ ഇന്ത്യയിൽ നിന്ന് ബസ്സൊക്കെ പിടിച്ച് ട്രെയിനൊക്കെ പിടിച്ച് പുള്ളി പാവം ഇവിടെ വരും. ഇന്ന് കേസിന് അറ്റൻഡ് ചെയ്ത സമയത്ത് ജഡ്ജി ചോദിച്ചു, അവർ നിങ്ങളെ എന്ത് ചെയ്തു? അപ്പം അദ്ദേഹം പറഞ്ഞു, അവരെൻ്റെ സഹോദരന്മാരാ, അവരറിയാതെ എന്നോട് എന്തൊക്കെ ചെയ്തു പോയി, സാരമില്ല, എനിക്ക് സാരം. അപ്പോൾ കേസ് ജഡ്ജി തള്ളിക്കളഞ്ഞു. കാരണം പുള്ളിക്ക് വാദിക്കാനായിട്ട് പുള്ളി തയ്യാറല്ല. അവരെൻ്റെ ഹിന്ദു സഹോദരങ്ങളാണ്, അവരറിഞ്ഞത് ചെയ്തതാണ്, അവരറിയാതെ ചെയ്തു പോയതാണ്. ആ തല്ലിയ ആൾ ഉപദേശിയായി തീർന്നു എന്നാണ് കഥ. ദൈവമഹത്വം അവിടെ വെളിപ്പെടാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ സൽഗുണപൂർത്തിയുള്ള ഒരു പുരുഷനായിട്ടാണോ നമ്മൾ തീരുന്നത്? മഞ്ഞും മഴയും ഞാൻ നേരത്തെ വായിച്ചല്ലോ മത്തായിയുടെ സുവിശേഷം. മഞ്ഞും മഴയും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്നു. ലോകത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, ഈ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ദൈവം കൊടുക്കുന്നു. അവിടെ ദുഷ്ടനെന്നോ ശിഷ്ടനെന്നോ ഒന്നും നോക്കുന്നില്ല. അതുപോലെ ആയിരിക്കണം ഒരു വിശ്വാസി, അതുപോലെ ആയിരിക്കണം ഒരു ശുശ്രൂഷകൻ. ജാതിമത വർണ്ണ വിവേചനമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മഹാന്മാര് പരസ്യമായി ജാതി വെറി പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും കേട്ടതാണ്. അവർ ഉപ്പ് പോലെ രുചിക്കുകയാണോ, വെളിച്ചം പോലെ പ്രകാശിക്കുകയാണോ, അതോ കാഞ്ഞിരം പോലെ കഴിക്കുകയാണോ? നിങ്ങൾ തന്നെ തീരുമാനമെടുക്കും. നിങ്ങൾ തന്നെ അതിന് മറുപടി പറ. ഹല്ലേലൂയ. ഞാനിവിടെ അധികം നിൽക്കുന്നില്ല, കാരണം പല സന്ദർഭങ്ങളിൽ ഈ വിഷയം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. നാവ് ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. സ്വത്രം. കുവൈറ്റ് കിങ്ങിൻ്റെ ഒരൊറ്റ വാക്ക്, മോശമായ വാക്കുണ്ട്, കൽബ് എന്നുള്ളൊരു വാക്കുകൊണ്ട് സദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചെടുക്കാനിടയായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം നാവിൻ്റെ ശക്തി അത്ര വലുതാണ്. ഒരു യുദ്ധത്തിലേക്ക് ചെന്ന് കലാശിക്കാൻ ആ നാവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ നാവുകൾ ദൈവഹിതമല്ലാത്ത നിലയിൽ പ്രയോഗിച്ചാൽ അത് വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കാനിടയായിത്തീരും. ചില ഡോക്ടർമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഡോക്ടർ ചികിത്സിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ രോഗിക്ക് പകുതി ആശ്വാസമായി. എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇച്ചിരി അദ്ദേഹത്തോട് വളരെ മയത്തിൽ ഇടപെട്ട് സംസാരിച്ച് കുടുംബ പശ്ചാത്തലങ്ങളൊക്കെ ചോദിച്ച് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തിലൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് പകുതി ആശ്വാസമായി. ഇത് കടിച്ചു കയറുക, അങ്ങോട്ട് ചെന്ന് കയറിയേ ഉള്ളൂ. അതിനു മുമ്പ് എന്ത് ചെയ്യുക? കടിച്ചു കീറുക ചെയ്തു. പ്രിയമുള്ളവരെ, യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം എല്ലാ ദൈവമക്കളും വായിച്ചു പഠിക്കും. നമ്മുടെ നാവുകൾ മറ്റുള്ളവർക്ക് ദോഷമായി തീരരുത്. നമ്മുടെ നാവുകൾ മറ്റുള്ളവർക്ക് ഇടർച്ചയാകരുത്. നമ്മുടെ നാവുകൾ മറ്റുള്ളവർക്ക് വേദനയായി തീരരുത്. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാൻ ഇടവരരുത്. അത് നമുക്ക് ഗുണമല്ല. ഹല്ലേലൂയ. തെറ്റ് ചെയ്തവരെ
കഠിനമായി ശാസിക്കണം, തർജ്ജനം ചെയ്യണം. ഞാൻ അതിനെതിരല്ല. ശാസിക്കുക, തർജ്ജനം ചെയ്യുക, കഠിനമായി ശാസിക്കുക, സഭയ്ക്ക് പുറത്താക്കുക, ഇതൊക്കെ വചനത്തിലുള്ളവരാ. പക്ഷെ നിരപരാധികളെ നമ്മൾ എന്ത് ചെയ്യരുത്? ക്രൂശിക്കരുത്, ഒരിക്കലും ക്രൂശിക്കരുത്. അത് നല്ലതല്ല. സ്വതന്ത്രം എന്ന് പറഞ്ഞ ആ ഭാഗം ഞാനങ്ങ് വിടുകയാണ്. സ്വതന്ത്രം. അടുത്ത് പറയുന്നത്, നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങിയിരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവതല്ല. അതിനെ മെരുക്കിയെടുക്കണം വിശുദ്ധന്മാരെ, ശുശ്രൂഷന്മാരെ, വിശ്വാസികള്, എസ്പെഷ്യലി സ്ത്രീകള്, സഹോദരിമാരെ. അവരുടെ നാവ് ദൈവഹിതമല്ലാത്തത് പറയാൻ വിട്ടുകൊടുക്കരുത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഭാര്യ നിങ്ങൾ ചിന്തിച്ചോ? വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കരുത്തനായൊരു പുരുഷൻ, ശക്തനായൊരു പുരുഷനാണ് വാക്കിൽ തെറ്റാതിരിക്കുന്നവൻ, ഭോഷ്ക് പറയാതിരിക്കുന്നവൻ, കള്ളം പറയാതിരിക്കുന്നവൻ. സത്യം മാത്രമേ പറയൂ. യേശുവിൻ്റെ സ്വഭാവം അതായിരുന്നു, പൗലൂസിൻ്റെ സ്വഭാവം അതായിരുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ സ്വഭാവം അതായിരുന്നു. അവർ സത്യം തുറന്നു പറയും. ഏത് മഹാന്റെ മുഖത്ത് നോക്കി അവർ സത്യം തുറന്നു പറയും. ഇന്നങ്ങനെ തുറന്നു പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. തുറന്നു പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനും കർത്താവിന് കഴിയില്ല. ദൈവദാസന്മാർ പറയുന്ന വചനങ്ങളും ഉപദേശങ്ങളും അനുസരിച്ച് ദൈവസന്നിധിയിൽ കിടന്ന് നിലവിളിച്ച് കരയുമ്പോൾ, വിലപിക്കുമ്പോൾ ആ തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് ദൈവം നമുക്ക് മോചനം തരാനിടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ നാവും നമ്മുടെ വാക്കുകൾ മനോഹരമായിരിക്കട്ടെ. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം! വെള്ളിത്താലങ്ങത്തിൽ പൊന്നാരങ്ങ പോലെ. വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഞാൻ ഓർക്കുന്നു, 2 സഹോദരന്മാർ ജോലിയിലായിരുന്നു. ഒന്നൊരു ഹൈന്ദവ സഹോദരൻ, ഒന്നൊരു വിശ്വാസി സഹോദരൻ. ഞാൻ അവരുടെ വിശ്വാസി സഹോദരൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവിന് ജോലി കൊടുക്കണമേ എന്ന്. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അല്ലേ ജോലിയിലേക്ക് പ്രവേശിക്കാനിടയായി. ഹൈന്ദവ സഹോദരന് വേണ്ടി ഞാൻ അവനെ പ്രാർത്ഥിച്ചു വിട്ടു വന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ജോലി കിട്ടും, നീ ധൈര്യമായിരിക്കെ. അത് പറഞ്ഞു കഴിഞ്ഞ് ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ജോലിക്ക് പ്രവേശിച്ചു എന്ന വാക്ക് കേൾപ്പാനിടയായി. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. അതിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒട്ടനവധി സാക്ഷികൾ എനിക്ക് പറയാനുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, കണ്ണുനീര് കുടിപ്പിക്കാതെ, ദ്രോഹിക്കാതെ, അവരെ ശപിക്കാതെ അവരെ അനുഗ്രഹിക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നീ ഒരു അനുഗ്രഹമായി തീരും, നീ ഒരു നന്മയായി തീരും എന്ന് പറഞ്ഞൊരു അനുസരണം കേട്ട കുഞ്ഞിനോട് പറയുമ്പോൾ അവനത് അങ്ങനെ തന്നെ അവന് ഭവിക്കും. ദേവദാസന്മാരുടെ, ദൈവമക്കളുടെ നാവുകൾക്ക് ശക്തിയുണ്ട്, അവരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒത്തിരി അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ടെങ്കിലും സന്ദർഭോചിതമായിട്ട് പിന്നെയും നമ്മൾ ആ വിഷയങ്ങളൊക്കെ പ്രസംഗിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് മുൻപോട്ട് പോകട്ടെ. അതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ കൂടി. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യനെ ശപിക്കുന്നു. കേട്ടോ? ചെറുമാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഉറവൻ്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുമോ? അപ്പോൾ ഒരു ഉറവയിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു നാവിൽ നിന്ന് നന്മയും തിന്മയും വരുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ലെന്നാണ് പറയുന്നത്. ചെറുമാരെ, അത്തിവൃക്ഷം ഒലിവുപഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. സ്തോത്രം. അപ്പൊ നമ്മുടെ വാക്കിൽ തെറ്റുവരാതിരുന്നാൽ, വാക്കുകൊണ്ട് മറ്റുള്ളവരെ ശപിക്കാതിരുന്നാൽ, വാക്കുകൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരുന്നാൽ, വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിപ്പിക്കാതിരുന്നാൽ, മുറിയേൽപ്പിക്കാതിരുന്നാൽ നമ്മുടെ നാവ് അനുഗ്രഹത്തിൻ്റെ നാവുകളായി മാറും. നല്ലത് മാത്രം പറയുന്ന നാവുകൾ, നല്ലത് മാത്രം സംസാരിക്കുന്ന നാവുകൾ. രോഗിയായ ഒരു അച്ചായൻ കിടക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ ചെന്ന് പ്രാർത്ഥിച്ച്, അച്ചായ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. യെസ്, യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. എനിക്ക് നല്ല ഉറപ്പുണ്ട് അക്കാര്യത്തിൽ.
ഒട്ടനവധി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വെറുതെ പാഴ്വാക്ക് പറയുകയല്ല ദൈവമക്കളെ. നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ സൗഖ്യം കൊണ്ടുവരും. നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരും. കാരണം പൗലോസ് തിമോഥെയോസിനെ വിളിക്കുന്നത്, അല്ലയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, എ മാൻ ഓഫ് ഗോഡ്, ദൈവമനുഷ്യ, ദൈവത്തിൻ്റെ മനുഷ്യ. നമ്മൾ ദൈവത്തിൻ്റെ മനുഷ്യരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ നാവുകൾക്ക് മൂർച്ചയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി അതിൻ്റെ 13-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ വരിക.